കൈതി, വിക്രം ആൻഡ് ലിയോ എന്ന് പറയുന്ന 3 സിനിമകൾ ഒരു സിനിമയായിട്ട് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ വരുന്ന ക്യാരക്ടേഴ്സ് എല്ലാം കൂടിയിട്ട് ഒരു സിനിമയിൽ വരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സിനിമ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തന്നെ കാണാൻ പോകുന്ന സമയത്തുള്ള റിയാക്ഷനെ പറ്റി ഒന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? വൺ ഓഫ് ദ മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് മൂവീസ് ഓഫ് തമിഴ്നാട് എന്ന് പറയുന്ന സമയത്ത് LCU സിനിമകളെ മാറ്റി നിർത്തിയിട്ട് നമുക്കൊരു സിനിമ പറയാനായിട്ട് പറ്റില്ല. അത്രയും ലെവലിൽ നിൽക്കുന്ന ആ സിനിമയിലുള്ള 3 പ്രധാനപ്പെട്ട സിനിമകളിലുള്ള ക്യാരക്ടേഴ്സ് ഒരുമിച്ച് വരാനായിട്ട് പോകുന്നു എന്നുള്ളൊരു വാർത്തയാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. കൈതി, വിക്രം ആൻഡ് ലിയോ എന്ന് പറയുന്ന 3 സിനിമകൾ കണ്ടേക്കുന്ന സമയത്ത് നമ്മൾ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്, എന്നാണ് ഇവര് തമ്മിലൊരു ഫേസ് ഓഫ് സംഭവിക്കുക എന്നുള്ളൊരു കാര്യം നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. എന്നാൽ അതിനൊരു വലിയൊരു സന്തോഷ വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നേക്കുന്നത്. ഇതിങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യം, ഈ പടത്തിന്റെ കളക്ഷൻ എത്രമാത്രം ആയിരിക്കും എന്നുള്ളത് മാത്രമല്ല, തിയേറ്ററിൽ എന്തെല്ലാം കാര്യങ്ങൾ സംഭവിക്കും എന്നുള്ളൊരു കാര്യമാണ്. LCU സിനിമയിൽ നമ്മൾ ആഗ്രഹിച്ചിരിക്കുന്ന ആ ഒരു കോമ്പിനേഷൻ വരാനായിട്ട് പോവാണ് മക്കളെ. എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്റെ പേര് ഡൊണാൾഡ് എന്നാണ്. സോ വെൽക്കം ബാക്ക് ടു ടുഡേസ് വീഡിയോ. ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സ്. നിങ്ങൾ എത്ര പേര് LCU ഫാൻസ് ഉണ്ടെന്നുള്ളൊരു കാര്യം ഞാൻ ചോദിക്കുകയാണ്. കൈതി തുടങ്ങി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ദില്ലി എന്ന് പറയുന്ന ക്യാരക്ടർ ഉണ്ട്, അതുപോലെ റോളക്സ് വരുന്നുണ്ട്, സന്തനം വരുന്നുണ്ട്, അതുപോലെ പാഫയുടെ ക്യാരക്ടർ വരുന്നുണ്ട്, വിക്രം വരുന്നുണ്ട്, അതുപോലെ തന്നെ ലിയോ എന്ന് പറയുന്ന ക്യാരക്ടേഴ്സ് കൂടി ചേരുന്ന സമയത്താണ് ആക്ച്വലി LCU എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സ് വരുന്നത് അല്ലേ. എന്നാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. വിക്രം സിനിമയുടെ അവസാന ഭാഗത്ത് നമ്മുടെ റോളക്സിനെ കണ്ടേക്കുന്ന സമയത്തോടെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, എന്നാണ് ഇദ്ദേഹത്തിന് ഒരു ഇൻഡിപെൻഡന്റ് സിനിമ വരാന്നുള്ളൊരു കാര്യം. റോളക്സ് എന്ന് പറയുന്ന സിനിമ എന്ത് സംഭവിക്കും എന്നുള്ളൊരു കാര്യം നമ്മൾ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അടുത്ത വർഷം ഉടനെ ഈ സിനിമയുടെ ഒരു അപ്ഡേറ്റ് വരും എന്നുള്ളൊരു കാര്യം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. വാട്ട് ഇഫ് ദില്ലി വേഴ്സസ് റോളക്സ് എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും? ചേട്ടൻ അനിയനും കൂടി ഒരു സ്ക്രീനിൽ ഫേസ് ടു ഫേസ് വന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടുപേരും കട്ടയ്ക്ക് കട്ടയല്ലേ. റോളക്സ് എന്ന് പറയുന്നത് സൂര്യയുടെ തന്നെ ഏറ്റവും ഫേവറേറ്റ് ക്യാരക്ടേഴ്സിൽ ഒരു ടോപ്പ് 5 ഏറ്റവും ബെസ്റ്റ് ക്യാരക്ടേഴ്സിനെ പിക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് റോളക്സിനെ കാണാൻ പറ്റും. 5 മിനിറ്റ് കൊണ്ട് തിയേറ്ററിനെ കുലുക്കിയേക്കുന്ന ഒരു മുതലാണ് റോളക്സ് എന്ന് പറയുന്നത്. സോ അയാൾ ഇത്ര വലിയ ക്രൂരനായിട്ട് നിൽക്കുന്ന സമയത്ത് 10 വർഷത്തേക്ക് മുന്നാടി അയാളുടെ ഒരു സ്വഭാവം കാണിക്കാനായിട്ട്, അയാൾ ആരായിരുന്നു എന്ന് കാണിക്കാനായിട്ട് കൈതി 2 വരാണെന്നുണ്ടെങ്കിൽ എങ്ങനെയുണ്ടാവും? കൈതി 2 എന്ന് പറയുന്ന സിനിമ ഈ വർഷത്തെ അവസാനത്തോടു കൂടി സംഭവിക്കാനായിട്ട് പോകുന്നു എന്നുള്ളൊരു കാര്യം നമുക്കറിയാം. ഓൾറെഡി ഈ സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ സ്റ്റാർട്ടായി എന്നുള്ള വാർത്തകൾ മുന്നേ തന്നെ വന്നായിരുന്നു. കൈതി 2യുടെ പ്രീ പ്രൊഡക്ഷൻ ഓൾറെഡി വർക്ക് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഈ വർഷം അവസാനത്തോടു കൂടി കൈതി 2 വരുന്ന സമയത്ത് ഈ സിനിമയുടെ ഇതുവരെ വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൈതി 2വിനകത്ത് LCUലുള്ള പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള റോളക്സും വിക്രം ഒക്കെ വരാനായിട്ട് പോകുന്നു എന്നുള്ളൊരു വാർത്ത തന്നെയാണെന്ന് കേൾക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. കൈതി 2വിനകത്ത് ദില്ലി വരുന്ന സമയത്ത് ദില്ലിയുടെ പാസ്റ്റ് എടുത്ത് കാണിക്കുന്ന ഒരു സമയമുണ്ട്. ആ ഒരു കാര്യങ്ങൾ കാണിക്കുന്നതിന്റെ ഒപ്പം തന്നെ ദില്ലിയുടെ ഒരു സ്റ്റോറി പോകുന്ന സമയത്ത് റോളക്സ് എന്ന് പറയുന്നത് അറിയാലോ, ഇദ്ദേഹത്തിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന വലിയൊരു സിൻഡിക്കേറ്റിന്റെ ഒരു തലവനാണ് റോളക്സ് എന്ന് പറയുന്നത്. അദ്ദേഹം കൂടി വരാനായിട്ട് പോവാണ്. സോ ഫേസ് ടു ഫേസ് കുറെ നാളുകൾക്ക് മുമ്പേ തന്നെ നമ്മൾ ആഗ്രഹിച്ചേക്കുന്ന ആ ഒരു ഫേസ് ടു ഫേസ്, ചേട്ടൻ അനിയനും തമ്മിലുള്ള ഒരു ഫേസ് ടു ഫേസ് സംഭവിക്കാനായിട്ട് പോവാണ്. രണ്ടുപേരും കട്ടയ്ക്ക് കട്ടയാണ്. പക്ഷെ ഇതിന്റെ ഏറ്റവും വലിയൊരു രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർ LCU സിനിമ എന്ന് പറയുന്ന പോലെ തന്നെ കമൽഹാസൻ ചെയ്തേക്കുന്ന വിക്രം എന്ന് പറയുന്ന ക്യാരക്ടർ കൂടി സിനിമയിൽ വരുന്നുണ്ടെന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അദ്ദേഹം ദില്ലിയുടെ മെന്റർ ആയിട്ടാണ് വരാനായിട്ട് പോകുന്നത്. ദില്ലിക്ക് ഒരു ഗൈഡൻസ് ആയിട്ട് കൊടുക്കുന്ന ഒരു കഥാപാത്രം, ഗൈഡൻസ് പോലെ കൊടുക്കുന്ന ഒരു കഥാപാത്രമായിട്ടാണ് സിനിമയിൽ വരുന്നൊരു കാര്യം പറയുന്നത്. നമുക്കറിയാം വിക്രം എന്ന് പറയുന്ന കഥാപാത്രം എന്ന് പറയുന്നത് ബേസിക്കലി നന്മയുടെ ഭാഗത്ത് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. ഡ്രഗ്സിനെതിരെ നിൽക്കുന്ന നോൺ ഡ്രഗ്സ് എന്ന് പറയുന്ന ഒരു സൊസൈറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് വിക്രം എന്ന് പറയുന്നത്. സോ അയാൾ ദില്ലിയുടെ ഭാഗത്ത് നിൽക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഒരു വലിയൊരു ഗ്യാങ് ആണ്. ലോകേഷിനെ പല ഇന്റർവ്യൂസിലും പറഞ്ഞിരിക്കുന്ന പോലെ LCUലെ തന്നെ താനോസ് ആയിട്ട് വരുന്ന റോളക്സ് ആണ് തൊട്ടപ്പുറത്ത് വരുന്നത്. സോ എല്ലാവരും കൂടി ഒരു മീറ്റ് ചെയ്യുന്ന ഒരു വലിയ പടമാണ് കൈതി 2 എന്ന് പറയുന്നത്. ആൻഡ് ഈ സിനിമയിൽ അനുഷ്ക ഷെട്ടിയാണ് ഒരു ഫീമെയിൽ ലീഡ് ചെയ്യാനായിട്ട് പോകുന്നത് എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. നമുക്കറിയാം കൈതി 1നകത്ത് നമുക്ക് ഒരു ഫീമെയിൽ ലീഡിനെ കാണാൻ പറ്റിയിട്ടില്ല. ഒരു 1 നൈറ്റിലുള്ള ഒരു കഥയാണ് പറഞ്ഞു പോയിരുന്നത്. പക്ഷേ ഫീമെയിൽ ലീഡായിട്ട് അനുഷ്ക ഷെട്ടിയാണ് ഈ സിനിമയിൽ വരാനായിട്ട് പോകുന്നത് എന്നുള്ളൊരു വാർത്ത തന്നെയാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. മേ ബി ദില്ലിയുടെ വൈഫായിരിക്കാം, ഐ ഡോണ്ട് നോ, വട്ടവർ. പക്ഷെ അപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ലിയോ എപ്പോഴാണ് വരാന്നുള്ളൊരു കാര്യം. കാരണം LCU സിനിമയ്ക്കകത്ത് ലിയോ ഇല്ലാന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആവുന്ന ഒരു കാര്യം നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം തന്നെയാണല്ലേ. ഒരുപാട് സിനിമകൾ ഇനി വരാനുണ്ടെങ്കിലും വിക്രം 2 ഒക്കെ വരാനായിട്ടുണ്ടെന്നുണ്ടെങ്കിലും ലിയോ 2 സംഭവിക്കുമെന്നുള്ളൊരു കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്ന ഒരു കാര്യം തന്നെയാണ്. 2026 ശേഷം ലിയോ 2 എന്ന് പറയുന്ന സിനിമ മാത്രമല്ല മറ്റ് 2-3 സിനിമകൾ സംഭവിക്കുന്നുണ്ട്. ടോട്ടൽ 4 സിനിമകൾ സംഭവിക്കുന്നുള്ള രീതിക്കുള്ള ഒരു അപ്ഡേറ്റുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലിയോ 2 സംഭവിക്കുന്ന സമയത്ത് തന്നെ ലിയോ കൂടി ഒരു ക്യാരക്ടേഴ്സിനൊപ്പം തന്നെ ഒരു ഫേസ് ടു ഫേസ് എന്നുള്ള രീതിക്ക് വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് സംഭവിക്കണം മറ്റൊരു മാർവൽ പോലത്തെ ഒരു വലിയൊരു പടം, ഐ മീൻ ഒരു യൂണിവേഴ്സ് പടം. മാർവൽ പോലെ എന്ന് വെച്ചാൽ ഞാൻ പറയുന്നില്ല, പക്ഷെ ഒരു യൂണിവേഴ്സിലുള്ള ഒരു പല ക്യാരക്ടേഴ്സിന്റെ ഒരു കോമ്പിനേഷൻ വരുന്ന സമയത്ത് ഒരു ഗംഭീര പരിപാടി ആയിരിക്കും അല്ലേ. എനിവേസ് ഈ ഡിസംബറിൽ കൈതി 2 അങ്ങനെ സ്റ്റാർട്ട് ആവാനായിട്ട് പോവാണ്, ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. ഇപ്പോൾ ഓൾറെഡി പ്രീ പ്രൊഡക്ഷൻ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്.
സൂര്യ 45 എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം കുറച്ച് ദിവസം മുന്നേ തന്നെ സിനിമയുടെ പൂജ നടന്നായിരുന്നു. അതിനുശേഷം ഷൂട്ട് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് പല സെഷൻസുകളായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മലയാളത്തിൽ നിന്നുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് ഈ സിനിമയിൽ ഉണ്ടെന്നുണ്ടെങ്കിലും എന്നെ ഏറ്റവും ചുറ്റിച്ചൊരു കാര്യം എന്താ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ KGF-ലുള്ള പ്രൈം മിനിസ്റ്റർ ഈ സിനിമയിൽ ഉണ്ടെന്നുള്ളൊരു കാര്യം തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേസ്. നിങ്ങൾ എത്ര പേര് സന്ദീപ് റെഡ്ഡി വാങ്കയുടെ ഫാൻസ് ഉണ്ടെന്നുള്ളൊരു കാര്യം ഞാൻ ചോദിക്കുകയാണ്. ആനിമല്, കബീർ സിംഗ് എന്നിങ്ങനെ ഒരുപാട് സിനിമകൾ, അർജുൻ റെഡ്ഡി പോലെയുള്ള സിനിമകളൊക്കെ ചെയ്തേക്കുന്ന സന്ദീപ് റെഡ്ഡി വാങ്കയ്ക്ക് ഒരു വലിയ ഫാൻ ബേസ് ഉണ്ട്. ലോകേഷ് കനകരാജ് എന്ന് പറഞ്ഞോളം തന്നെ മറ്റൊരു വലിയൊരു സംഭവമാണ്. ഒരു ബ്രാൻഡഡ് ഡയറക്ടറാണ് ഇപ്പൊ ഈ പറയുന്ന സന്ദീപ് റെഡ്ഡി വാങ്ക എന്ന് പറയുന്നത്. സന്ദീപ് റെഡ്ഡി വാങ്കയുടെ കുറെ ഇഷ്യൂസുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നേ തന്നെ കണ്ടിരുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. ഇപ്പൊ അടുത്തൊരു പരിപാടിയായിട്ട് മുന്നോട്ടേക്ക് വന്നിട്ടുണ്ട്. അല്ലു അർജുന്റെ ഒരു സിനിമ ആക്ച്വലി സന്ദീപ് റെഡ്ഡി വാങ്ക ചെയ്യാനായിട്ട് നിന്നായിരുന്നു. ഇപ്പൊ പ്രഭാസിന്റെ കൂടെ ചെയ്യുന്ന സ്പിരിറ്റിന് ശേഷം അല്ലു അർജുന്റെ കൂടെ സന്ദീപ് റെഡ്ഡി വാങ്കയുടെ ഒരു സിനിമ വരാനായിട്ട് പോയായിരുന്നു. ആൻഡ് അതിനെക്കുറിച്ചുള്ള ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലു അർജുനെ ഈ ഡയറക്ടർ റിമൂവ് ചെയ്തേക്കാണ്. അതായത് അല്ലു അർജുനുമായിട്ടുള്ള കോമ്പിനേഷൻ മാറ്റിക്കൊണ്ട് അതേ സിനിമയിൽ തന്നെ ജൂനിയർ NTR ആണ് നായകനായിട്ട് വരാനായിട്ട് പോകുന്നത് എന്നുള്ളൊരു വാർത്ത തന്നെയാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. കുറച്ച് നാൾ മുമ്പ് നമ്മുടെ ദീപിക ജീനയെ പിടിച്ച് മാറ്റിയായിരുന്നു, ദീപിക പതുക്കോണെ മാറ്റിയായിരുന്നു. ഇപ്പോൾ അല്ലു അർജുനെ മാറ്റിയിട്ടുണ്ട്. അല്ലു അർജുന് പകരം വരാനായിട്ട് പോകുന്നത് ജൂനിയർ NTR എന്നുള്ള രീതിക്കുള്ള ഒരു അപ്ഡേറ്റ് ആണ് വരുന്നത്. സ്പിരിറ്റ് എന്ന് പറയുന്ന പ്രഭാസ് മൂവിക്ക് ശേഷം വരാൻ പോകുന്ന ഒരു സിനിമയാണ് ഈ ഒരു വലിയ പ്രൊജക്ട്. മാർവൽ സിനിമയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന സമയത്ത് മാർവലിന്റെ ഡൂംസ്ഡേ എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് ഒരു അപ്ഡേറ്റ് പറയണമെന്നുള്ള ഒരു കാര്യം തോന്നിപ്പോയി. കാരണം നമ്മൾ കണ്ടേക്കുന്ന ഏറ്റവും ബെസ്റ്റ് ഒരു മാർവൽ ക്യാരക്ടർ ആരെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി അയൺമാൻ തന്നെയാണല്ലേ. ഞാൻ ഭയങ്കര അയൺമാൻ ഫാനാണ്. നിങ്ങളും അയൺമാൻ ഫാൻ തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അയൺമാൻ ഈസ് നോ മോർ എന്നുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ട് നമ്മൾ സിനിമയൊക്കെ കണ്ട് അവസാനിപ്പിച്ചേക്കുന്ന ഒരു ടൈമിൽ ഇപ്പോൾ മാർവലിന്റെ തന്നെ പുതിയൊരു അപ്ഡേറ്റ് വന്നേക്കുന്നത് നിങ്ങൾക്ക് അറിയാം. ഡൂംസ്ഡേ എന്ന് പറയുന്ന ഒരു സിനിമ അവർ ഓൾറെഡി അനൗൺസ് ചെയ്തു. സിനിമ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇതുവരെ വന്നേക്കുന്ന ഹോളിവുഡ് സിനിമകളിൽ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള സിനിമയാണ് മാർവൽ ഡൂംസ്ഡേ എന്നുള്ളൊരു സിനിമ എന്നുള്ള രീതിക്കുള്ള ഒരു അപ്ഡേറ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. $2 ബില്യൺ ഈ സിനിമയുടെ ബഡ്ജറ്റ് എന്നുള്ള രീതിക്കുള്ള ഒരു അപ്ഡേറ്റ് മുന്നേ തന്നെ വന്നായിരുന്നു. $2 ബില്യൺ. ഒന്ന് ചിന്തിച്ച് നോക്കാം. $2 ബില്യൺ എന്ന് പറയുകയാണെങ്കിൽ 10-16,000 കോടി രൂപയാണ് വരുന്നത് എന്നുള്ള രീതിക്കുള്ള ഒരു അപ്ഡേറ്റ് ആണ് കാണാൻ പറ്റുന്നത്. എന്താണ് ഇതിന് മാത്രമുള്ള സംഭവം നോക്കുകയാണെന്നുണ്ടെങ്കിൽ റോബർട്ട് ഡൗണി ജൂനിയർ, നമ്മുടെ RDJ എന്ന് പറയുന്ന അയൺമാൻ വീണ്ടും തിരിച്ചു വരാനായിട്ട് പോവാണ്. അയൺമാൻ മാത്രമല്ല ഡൂംസ്ഡേ, ഡോക്ടർ ഡൂം എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ചെയ്യാനായിട്ട് പോകുന്നത് RDJ തന്നെ എന്നുള്ള രീതിക്കുള്ള ഒരു അപ്ഡേറ്റ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ 2 ക്യാരക്ടേഴ്സ് മാത്രമല്ല, ഇത് കൂടാതെ വേറെ 2 അൺഡിസ്ക്ലോസ്ഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് കൂടി RDJ ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. ടോട്ടൽ 4 ക്യാരക്ടേഴ്സ് ആണ് അവർ ചെയ്യാനായിട്ട് പോകുന്നത് എന്നുള്ള ഒരു വാർത്തയാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. നമുക്കറിയാം തമിഴ് സിനിമയിലൊക്കെ വിജയല്ല ഡബിൾ റോളൊക്കെ ചെയ്യുന്നതല്ല, ഡബിൾ അല്ലെങ്കിൽ ട്രിപ്പിൾ റോള്. ഇവിടെ 4 റോളാണ് ഇദ്ദേഹം ഒറ്റയ്ക്ക് ചെയ്യുന്നത്. സോ ഒരു വലിയ പരിപാടിയാണ് ഈ സിനിമയിൽ സംഭവിക്കാനായിട്ട് പോകുന്നത്. ഇനി LCU സിനിമകളെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷെ കൂലി എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് ഒരു വലിയൊരു അപ്ഡേറ്റ് തന്നെ പറയാനായിട്ട് മക്കളെ. കാരണം കഴിഞ്ഞ ദിവസം തന്നെ അത് ഒഫീഷ്യലായി കാണും. നമ്മൾ മുമ്പൊക്കെ ഇന്ന ആള് വരും, ഇന്ന കാര്യങ്ങൾ വരും, ഇങ്ങനെയായിരിക്കും ഇതിന്റെ പരിപാടികൾ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പല അപ്ഡേറ്റുകളിൽ നിന്നും അല്ലെങ്കിൽ വരുന്ന ഇൻഫോർമേഷൻസുകളൊക്കെ വെച്ചിട്ട് നമ്മൾ പാസ് ചെയ്യുന്ന സമയത്തും അത് ഒഫീഷ്യലായിട്ട് ഒരാളുടെ വായന തന്നെ കേൾക്കുന്ന സമയത്ത് അതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന ഒരു വലിയ സ്റ്റാറിന്റെ, ഒരു പെരിയ സ്റ്റാർ, ഒരു വലിയൊരു ഗ്ലോബൽ സ്റ്റാറിന്റെ വായിൽ നിന്ന് തന്നെ ആ ഒരു കാര്യം കേൾക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. കൂലി സിനിമ നമ്മൾ ചിന്തിക്കുന്ന പോലത്തെ ഒരു പരിപാടിയല്ല മക്കളെ, അത് വേറെ ലീഗാണെന്നുള്ള രീതിക്കുള്ള ഒരു അപ്ഡേറ്റ് ആണ് വന്നേക്കുന്നത്. എന്താന്നുള്ള കാര്യമൊക്കെ അടുത്ത വീഡിയോയിലൂടെ പറയുന്നതായിരിക്കും. സോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സിനകത്ത് ദില്ലി വേഴ്സസ് റോളക്സ് എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ വരുന്ന സമയത്തും അതിനകത്ത് ക്യാമിയോ ആയിട്ട് വിക്രം വരുന്ന സമയത്തും എങ്ങനെയായിരിക്കും തിയേറ്ററിലുള്ള ആ സിനിമയുടെ റെസ്പോൺസ്? അതൊരു വലിയൊരു പെരിയ പടമായിട്ട് മാറുമോ? കൈദി 2 വേണ്ടി നിങ്ങൾ വെയിറ്റിംഗ് ആണെന്നുള്ള ഒരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. ഒപ്പം തന്നെ ലിയോ ഇല്ലാത്ത ഒരു യൂണിവേഴ്സ്, ഒരു LCU യൂണിവേഴ്സ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കുകയാണ്. ഒരു പക്ഷേ ലിയോ വന്നാൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു ക്യാമിയോ എന്ന് പറയുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു ഇൻഡിക്കേഷൻ LCU സിനിമ എന്നുള്ള രീതിക്ക് കൈദി 2-നകത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ തിയേറ്ററിലുള്ള റിയാക്ഷൻ എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയിലേക്ക് വീഡിയോ മാക്സിമം പേരോട് ഷെയർ ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത കാര്യത്തിൽ പരിഗണിച്ചേക്കാം. തൊട്ടുള്ള ബെൽ ഐക്കൺ അമർത്തുകയാണെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വീഡിയോയുടെ അപ്ഡേറ്റുകളെല്ലാം നമുക്ക് ഉടനെ ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ബൈ.